നമസ്കാരം. ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണോ? എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകുന്നത് എന്നറിയാത്ത ഒരു ഇതിൽ നിൽക്കുകയാണോ? അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് ടാരോയിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 കാർഡ് സ്പ്രെഡാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തിനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, എന്തിനാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത്, അതായത് വിട്ടുകൊടുക്കേണ്ടത് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ കാർഡിൻ്റെ സ്പ്രെഡിൻ്റെ പേര് തന്നെ ഫോക്കസ്, എംബ്രേസ് ആൻഡ് റിലീസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി തരാൻ പറ്റും. സ്വന്തമായിട്ട് കാർഡുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കണം. കാർഡില്ലെങ്കിൽ ഐ വിൽ ഡു എ റീഡിങ് ഫോർ യു ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ വെൽക്കം ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ പ്രസൻസ്. ഇനി എന്നെ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് പ്രദീപ്. ഞാൻ ടാരോ എൻ്റെ പാഷൻ കൊണ്ട് പഠിപ്പിക്കുന്നു. താങ്കൾക്ക് ടാരോ പഠിക്കണം എന്നറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു ജോയിൻ മൈ കോഴ്സ്. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ ക്ലാസ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആങ്സൈറ്റി, ഒരുപാട് പ്രഷർ, ഒരുപാട് ടെൻഷൻ, നമുക്കൊരു മനസ്സിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഒരു കാര്യവും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു. ആകെ നമ്മൾ ആശങ്കയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ എനർജി എന്തിൽ ഫോക്കസ് ചെയ്യണം, എന്തിനാണ് നമ്മളിപ്പോൾ സ്വീകരിക്കേണ്ടത്, എന്ത് നമ്മൾ വിട്ടുകൊടുക്കണം. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഒരേപോലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരേപോലത്തെ റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ എവിടെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക എന്ന രീതിയിൽ വലിയ ക്ലാരിറ്റി നൽകാൻ പറ്റും. അപ്പോൾ അടുത്തത് ഞാൻ നിങ്ങൾക്ക് ഈ 3 കാർഡ് എടുത്തു വെച്ചിട്ട് എങ്ങനെയാണ് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. കാർഡുകൾ എടുത്തിട്ട് ആദ്യത്തെ കാർഡ് വയ്ക്കുന്നു. ഈ കാർഡിലാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഈ കാർഡിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഇതാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത്, അതായത് ഒഴിവാക്കേണ്ടത്. അങ്ങനെ നമ്മൾ 3 കാർഡുകൾ എടുത്തു വെച്ചു. ഇനി ഇതെന്താണ് നമുക്ക് റിവീൽ ചെയ്ത് നോക്കാം. എന്തിനാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നോക്കുമ്പോൾ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. എന്തിനാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ 6 ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. എന്തിനാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം നമ്മുടെ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലാണല്ലോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു വറിയുള്ള സമയമായിരിക്കണം. അതാണ് ഈ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് കണ്ടാൽ തന്നെ അറിയാം, ഈ വ്യക്തി പണത്തിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കാർഡാണ്. ഇതിനർത്ഥം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അനാവശ്യമായി പണം ചിലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതായത് അത് ഒരർത്ഥം വരും. അല്ലെങ്കിൽ നമ്മൾ മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇത് കാർഡ് എന്ന് പറയുന്നതിന് ഒരർത്ഥം എന്ന് പറയുന്നത് ഈ വ്യക്തി മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഒരേ രീതിക്കാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്, ഇങ്ങനെയല്ല, നമ്മൾ മാറണം എന്നുള്ളതാണ്. കൺസർവേറ്റിവിസം എന്ന് പറയുന്നൊരു കാർഡാണിത്. എന്തിനാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 6 ഓഫ് സോർഡ്സ് എന്നുള്ളതാണ്. സോർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻ്റലക്റ്റിൻ്റെ കാർഡാണ്, ബുദ്ധിയുടെ കാർഡാണ്. ഈ കാർഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു വ്യക്തി ഒരു തോണിക്കാരനാണ്, ഒരു വഞ്ചിയിൽ 2 പേരെ അപ്പുറത്തേക്ക് തുഴയുന്ന പടമാണ് നമ്മൾ കാണുന്നത്. ഈ കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ വിട്ട് വേറൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നുള്ളത്. അതായത് ഈ വ്യക്തി നല്ലൊരു നാട് നേടി നല്ലൊരു സ്ഥലം അന്വേഷിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തെന്നാൽ ഒരു പുതിയ പാത കണ്ടെത്താനാണ്. എന്തിൻ്റെ പാത എന്ന് പറഞ്ഞാൽ നമ്മൾ പണസമ്പാദനത്തിലുള്ള പാത. അപ്പോൾ എന്തിനാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു ഐഡിയാസ്, ബിസിനസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവമാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 3 കാർഡ് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾ മാറ്റം ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ മാറ്റമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങൾ മാറേണ്ട സമയമാണ്. അതെന്തിനാണ്? പുതിയൊരു ഐഡിയ, അതായത് നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പണസമ്പാദനത്തിന്. ഇങ്ങനെയാണ് നമ്മൾ ഈ കാർഡ് ഇതാക്കുന്നത്. ഇനി റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിക് ടാരോ കാർഡ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. ഇതേപോലെ തന്നെയാണ് 3 ഇഷ്യൂ. ഇപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആദ്യത്തെ ഒരു കാർഡ് എടുത്ത് നോക്കുന്നു. രണ്ടാമത്തെ കാർഡ് നമ്മൾ എടുക്കുന്നത് എന്തിനാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
സോറി, എന്തിനെയാണ് നമ്മൾ എംബ്രേസ് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്തിനെയാണ് നമ്മൾ ഇപ്പോൾ റിലീസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് ഈ 3 കാർഡുകളും കിട്ടി. അപ്പോൾ നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ എടുത്തവർ 2 കാർഡ് വന്നു. ചിലപ്പോൾ ഇങ്ങനെ 2 കാർഡ് വരുമ്പോൾ ആ 2ൻ്റെ അർത്ഥവും എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കാർഡുകൾ എടുത്ത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ പറയുക, കുറച്ചുകൂടി ആക്സിലറേറ്റഡ് മൂവ്മെൻറ്റിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 2 ഷാഡോ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഷാഡോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ, ഈ വ്യക്തിയാണ് നമ്മളെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കുറേ മിഥ്യാബോധങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതായത് നമ്മൾ റിയാലിറ്റിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ദിശയിലേക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ ഉള്ളിൽ നമ്മളെ തടയുന്ന ആ ഭയങ്ങളെ തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ എംബ്രേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡെസ്റ്റിനി എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് ഈ കാർഡിന് നമ്മൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന മേജർ ആർക്കാന കാർഡാണ്. അതായത് നമ്മളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് വിധിയാണ്. വിധി എന്ന് പറഞ്ഞാൽ ലക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ക്രൗൺ ചക്ര എന്ന് പറയുന്ന കാർഡാണ്. ക്രൗൺ ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ചിന്തകൾ, ഷാർപ്പായിട്ടുള്ള ചിന്തകൾ. അപ്പോൾ ഈ ഇമോഷണൽ സ്റ്റക്കായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ വ്യക്തി ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് എന്താ പറയുക, അതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ അതിനെ ഒഴിവാക്കി എന്ത് വരുന്നുവോ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കാർഡ് വെച്ച് നമ്മുടെ ഒരു അവസ്ഥയുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. ഇങ്ങനെയാണ് ഈ കാർഡ് വർക്കാവുന്നത്. വെരി ഗുഡ്. ഇനി എന്താണ് നമ്മൾ അവസാനമായിട്ട് ഇതിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മളൊരു ടാരോ റീഡറെ കണ്ട് അല്ലെങ്കിൽ ടാരോ വായന കഴിഞ്ഞാൽ നമ്മളത് അപ്പം തന്നെ കാര്യങ്ങൾ മറന്നു പോകും. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഒരു ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് മിനിമം ഒരു 2 ആഴ്ച മുതൽ 3 മാസം വരെ ഉള്ള ഒരു ഇഫക്റ്റീവ് സോണിലാണ് നമ്മൾ ഇതിലൊരു എന്താ പറയുക പ്രെഡിക്ഷൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് അതിൽ എന്താണ് ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം, ഇന്നത് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ ദിവസവും മാറാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ആക്ഷനാണ് ഈ ടാരോയിൽ നമുക്ക് റിസൾട്ട് നൽകുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നാൽ റിസൾട്ട് കിട്ടില്ല. എപ്പോഴും ടാരോ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ, സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എൻ്റെ വിദ്യയാണ് അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നു അതിനനുസരിച്ച് റിസൾട്ട് കിട്ടുന്നതാണ് ടാരോ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ സ്പ്രെഡ് നിങ്ങൾ എടുത്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസൈറ്റ് കിട്ടും. കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും ചോദിക്കുക. അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ എത്ര നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടുന്നവരെ ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ.